നിന്റെ ഗുരുവിനെ ഇപ്പൊ എന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പോ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? അതെന്താ? അപ്പോ ഇങ്ങനെ കാണിച്ചൊക്കെ കാര്യം ഉണ്ടാവുള്ളൂ, ഇന്നൊരു തുള്ളി തരില്ല. എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് ആ വൈദ്യുതി എത്ര തവണ പറഞ്ഞതാ. ഞാൻ ചെയ്യല്ല. എടി, ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? എന്തേ ചേട്ടൻ ഒഴിച്ചെന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് എന്റെ പറഞ്ഞ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ, അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി, ലക്ഷണമൊത്ത ഒരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തിയില്ലേ വേണ്ട? ചമ്മന്തി വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെയുള്ള പണിയെല്ലാം ചെയ്തേ ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. പോർട്ടെ പോർട്ടെ. അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപൊരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും, ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ. ഇവിടെ ഇവിടെ 3 പേര് ബാലം ചെറുതേ. വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻകുട്ടി, ഈ സുഗണൻകുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബുവും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയാന്ന് കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട. എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞേ? ഷൂസിലാണ് കേറി ഇങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ടോർച്ചിടാൻ മറന്നുപോയി. ബാറ്ററി ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്? ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ചിങ് തന്നെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ, സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴൊന്ന് ചോദിക്കാൻ വരികയായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്രിസ്മ കസ്നേന തോര തമ്പി മകരി പാവട്ട് ബിച്ചൽ പോടുന്ന ഗുരു, ശിഷ്യ, എനിക്ക് വല്ലാതെ വിശക്കണ്. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ?
ഓം പഞ്ചരക്ഷി ബാബ ലാത്തി കോ സാമ്പരാതെ ഫർനാലെ സിതൽ. ഇനി ജോലി എന്നതിന്റെ ഇടയ്ക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഞാൻ പറയുന്ന ഒരിക്കലും ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാളും നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടവൽ. ഒന്ന് വിയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല. ഇതാ ഓം ക്രീം ഐസ്ക്രീം. ഇതാ എന്ത് ചിത്രം! ഇതാണ് മാജിക്. ചുമ്മാ അതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതാണ് മാജിക്. ഇത് നമുക്ക് ഇതിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോവാം. ഓം ക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ള ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, PC സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ, ശങ്കർ ബാബ, ഓംകാർ, ബിദൽ, ബിദാർദി, സിദൽ. എന്നാൽ അരക്കൈ നോക്കിയിട്ട് എന്റെ കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന യാത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പ്രിയമുള്ളവരെ, PC സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും. അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇംപോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ, ഗുരു. ഇന്ന് ഗുരു ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് പൊടി. ലേശം കഴിച്ചു നോക്കിയേ. അയ്യോ, എരിവ്. ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ, അച്ഛനെ അപ്പൊ പോയി. ഞാൻ മോനെ, ദേ, നമ്മുടെ മുസ്തു വന്നിട്ടുണ്ട്. പടച്ചോനെ, എങ്ങനെയുണ്ടായ മോനാണ്? ഈ വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മുസ്തു മോനെ. ഇതെന്നാണിത്? ഉമ്മ എന്താണെന്നോ? എടാ, എന്റെ പുല്ലാര വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് ഇതിന് മറന്നു പോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല. അല്ല, ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ? അനക്ക് കത്തിൽ അയച്ചില്ലേനോ? അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. ഈ അയക്കണ പൈസ കൊണ്ടേ ഈ വക തോന്നേസ് അവിടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ, എടോ എന്തടോ, ഞാൻ ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പടിയാൻ കയറില്ല. മോനെ മുസ്തു, ഒരു മുസ്തുല്ല. ഇതൊരു വാപ്പാണിത്. അവിടെ നിക്കേ, ഞമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഇല്ലേ, പെട്ടൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. എന്താക്കാ, നാട്ടില് വന്ന ഇവിടെ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്തേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മള് പാപ്പന്റെ കളി ശരിയാ? എന്താ ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്റെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട, അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ, ഇവൻ കുടിക്കുമല്ലോ, അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരണ്ടേ? അല്ല, ഒരു പഴയ വലിവുണ്ട്. ഇപ്പൊ പഴയ വലിവൊക്കെ മാറി. ഇപ്പൊ നല്ല പുതിയ വലിവ. നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി.
എന്തൊരു ചൂട്. എനിക്കും ഗൾഫിൽ പോകാൻ ഒരു അവസരം കിട്ടിയതാ. അവിടെ എന്റെ ശരീരക്കൂറിന് പറ്റിയതല്ല, ഭയങ്കര തണുപ്പാ. ഗൾഫിലൊക്കെ ഭയങ്കര ചൂടല്ലേ ചേട്ടാ? ഏസിട്ടാൽ അവിടെ ചൂട്, അവിടെ വിമാനത്തിന്റെ അകത്ത് തണുപ്പ്, ഷെയ്ഖിന്റെ കാറിന്റെ അകത്ത് തണുപ്പ്, കൊട്ടാരത്തിന്റെ അകത്ത് തണുപ്പ്. എന്തിന് രാത്രി കാർ സെറ്റിൽ എന്താ തണുപ്പ്? അല്ല ഒരു സ്മോളും കൂടി. മതി മതി, ഇല്ലാത്ത ദുശീലങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഒന്ന് വെറുതെ എഴുതണം. ഇവൻ ആരാന്നാ നിന്റെ വിചാരം? ചെറുപ്പത്തിൽ എന്നെ വലിപ്പിച്ച് മൂക്കി കൂടെ പുകവിടാൻ പഠിപ്പിച്ച എന്റെ ആശാനാ മുസ്തഫ. ഇവിടെ ഇവിടെ ഇപ്പോഴും വലിവിനൊരു കുറവില്ലല്ലോ. ഞാൻ ഒഴിച്ചുതരാം. എന്താ നിനക്കും വേണോ? അയ്യോ, ഇത് ഫ്രൂട്ടി അല്ലല്ലേ? സ്മോൾ വെച്ചാട്ടെ. സ്മോൾ 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 സ്മോൾ. ഓക്കെ. അല്ല നീ ഇവിടെ വെള്ളം ഒഴിക്ക, അല്ലെങ്കിൽ അറബിക്കാർ വെള്ളം ഒഴിച്ചിട്ടാ. പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. നമ്മളിപ്പോ നേരിട്ട് പാർട്ടിയാ. വെള്ളടി തീരെയില്ല. അത് മനസ്സിലായി, ഇപ്പൊ കണ്ടല്ലോ. എന്ത് കണ്ടെന്ന്? വെള്ളടി ഇല്ല എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചുള്ള അടിയില്ല. നീറ്റായിട്ട് ഒറ്റ വീക്ക്. അല്ല, ഇക്കാക്ക് ഗൾഫിൽ എന്തായിരുന്നു പണി? ഷെയ്ക്ക്. ഷേക്കോ? അതെ, ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഈ ഷവലെടുത്തൊരു മണ്ണിനടിയിലേക്ക് ഇട്ടിട്ട് ഒരു ഷെയ്ക്ക്, അതിന് അവിടെ നേരെ ചട്ടിയിലേക്ക് ഒരു ഷെയ്ക്ക്, ചട്ടി എടുത്തിട്ട് ഒരു ഷെയ്ക്ക്, ചട്ടി നേരെ കോൺക്രീറ്റ് മിക്സറിലേക്ക് ഒരു ഷെയ്ക്ക്, പിന്നെ അവിടെ മൊത്തം ഒരു ഫുൾ ഷെയ്ക്കാണ്. അങ്ങനെ നമ്മളവിടെ ഷെയ്ക്കായിട്ട് വരസുമ്പോഴാണ് നമ്മളെ പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അറബിക്ക് ഒരു സാധനം കിട്ടണത്. എന്ത് സാധനം? എന്ത് സാധനം? നമ്മളൊരു പഴയ സുഹൃത്തിന്റെ ഒരു കല്യാണക്കുറി. പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ പൊന്നുകൊണ്ടുള്ള എഴുത്തും നൂലിന്റെ കെട്ടും എല്ലാം കൂടി ആയപ്പം ഞാനിത് കളയാതെ പെട്ടിയിൽ വെച്ചു. പക്ഷെ അത് കണ്ടപ്പം അറബി ഒന്നും ഞെട്ടി. എന്തിനെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ചുരുക്കത്തില് ഈ കല്യാണക്കുറി എന്തോ വലിയ സർട്ടിഫിക്കറ്റ് ആണെന്നും ഞാൻ കുറെ പഠിച്ച ആളാണെന്നും അറബി തെറ്റിദ്ധരിച്ച്. അങ്ങനെയല്ല എനിക്ക് പ്രൊമോഷൻ കിട്ടിയേ. ഒയ്ക്ക് മോനെ. ആ, സ്മോൾ 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 സ്മോൾ. കുറെ നേരം ഞാൻ ക്ഷമിക്കണ്. മനുഷ്യൻ ക്ഷമിക്കാതില്ലേ? ഇനി മാജിക്ക് പഠിച്ചില്ലേ വേണ്ടില്ല. നീയാണ് മോനെ ആൺകുട്ടി. ഇത്രയും കാലം ഗൾഫിൽ ജോലി ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു നരി ഞാൻ കണ്ടില്ല. തമാശ പറയല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോണ്ട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല, ധൈര്യമായിട്ട് ചോദിക്കും. ആ കല്യാണക്കുറി ഇപ്പോഴും കയ്യിലുണ്ടാ? ഇവനെന്ത് വിവരക്കെടാ ചോദിക്കണേ? പ്രമോഷൻ കിട്ടി അന്ന് കയറിയില്ലാനേ, അല്ലെങ്കിൽ പണി പോവില്ലേ? സുഗുണ, നീ വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പോവാം. പക്ഷെ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താന്ന് എനിക്ക് പറയണം. മാധവൻകുട്ടി, ഇവൻ എന്തായി പറയണത്? സുഗുണ, അതേ സുണകൻ തന്നെ. എന്റെ പേരിൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ എന്തുകൊണ്ട് ഈ പഴയ സാധനങ്ങൾ തന്നെ തിന്നുന്നത് നിങ്ങൾക്കറിയോ? ഇല്ല. ഞാൻ എന്തിനാ എപ്പോഴും ടോർച്ച് കൊണ്ടു നടക്കണെന്ന് നിങ്ങൾക്കറിയോ? അറിയോ? ആ, കാരണമുണ്ട്. ഞാൻ എന്തിനാ എപ്പോഴും ഫ്രൂട്ട് കുടിക്കാൻ നിങ്ങൾക്കറിയോ? അറിയോ അറിയോന്ന് ചോദിക്കാൻ നീ ഇങ്ങോട്ട് പറയും. പറയാം, എല്ലാം പറയാം. പറയട്ടെ? എന്താ പറഞ്ഞത്? നീ പറഞ്ഞത് കോനാരി ചന്തല കഥ. ആ, കോനാരി ചന്തേല. ആ കൊച്ചു വെളുപ്പിന് കോനാരി ചന്തേലി കുളിർവ് കടത്തണ കുമാരി. അല്ലക്ക, ഇന്നലെ എപ്പോഴാ പോയി കിടന്നേ? ആർക്കെ വരണ്ട്? ഞാൻ ഉറങ്ങി എണീച്ച് നോക്കുമ്പോ തൊഴുത്തില്ല. തല പൊന്തണ്ടേ? കുറച്ചേരം വെള്ളത്തിൽ മുങ്ങാന്ന് വിചാരിച്ച് വന്നതാ. എന്റെ ഉദ്ദേശം തന്നെയാ. കൊണ്ടുവന്ന കുപ്പികള് നല്ല ഇരിക്കണ്ട. ആ, ഒരു 25 കുപ്പിയുണ്ട്. ഞാൻ അത് കൊണ്ടുവന്നാണല്ലോ ദുബായി പോയത്. എന്നാലും ഈ ഇമ്മാരി അടിയിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഗുണ, ഇന്നലെ ഞാൻ സാട്ടു കൂട്ടാക്കിയത് ഏറ്റിട്ടുണ്ട്. നമ്മളെ വാപ്പക്കിനെ പേടിയുണ്ട്. അയാൾ ആന്നെ വിറ്റെന്നാ തോന്നണേ. വിറ്റോന്നല്ല, എവിടെ ഉത്സവത്തിന് കൊണ്ടോണാ. കഴിക്കലക്ഷ്മി. എന്താ കുറച്ചു ദിവസമായിട്ട് നിന്നിവിടെ കാണാറുണ്ടല്ലോ. എന്താ പേര്? ബോബി. ഇവരുടെ ആരാ? എവിടെ നിന്റെ വീട്? നീ മാജിക്കാരനാ? ഒരു മാജിക് കാണിച്ചു തരുമോ?
എന്തൊക്കെയാ അറിയേണ്ടത്? എന്നോട് ചോദിച്ചാ പോരെ? അല്ല, പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ. ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്തു പറ്റി? ആരും ഇല്ല ഇവിടെ? ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി. എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി. മാംഗോ ഫ്രൂട്ടി. ആഹാ, അത് കൊള്ളാം. എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയി സൊള്ളാണല്ലേ. ആസാം വേറെ, ആസാമി വേറെ. ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത്? ഇവൻ എന്റെ പുതിയ വിരുന്നുകാരനാ. ഈ പേൻ നോക്കാനാണെങ്കിൽ കുരങ്ങനോട് പറഞ്ഞ പോരെ? അതെ, കേൾക്കുമ്പോ പറയണേല് വിഷമം തോന്നരുത്. പറയട്ടെ? അതിനു മുമ്പ് ഒരു കാര്യം തിരിച്ച് അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ അടുക്കള പണി കഴിഞ്ഞോ? അതന്നെ എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ പഞ്ചായത്ത് അടിച്ചിരിക്കുന്ന സമയം കൊണ്ട് ഈ ശവത്തിനോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ? സുഗുണ, അതെ, സുണകൻ തന്നെ. അല്ല കുട്ടിയെ, ഇവിടെ ഒരു കുരങ്ങുള്ളപ്പോ ഈ കുരങ്ങന്റെ ആവശ്യമുണ്ടോ? നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത്. ഒരു ജോലിയും ചെയ്യില്ല. സ്വന്തമായിട്ട് ഭക്ഷണം വെക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കഴിയില്ലെങ്കിൽ നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. എനിക്ക് ഏതായാലും 2 കുരങ്ങിനെ ഇവിടെ വേണ്ട. അപ്പൊ ആശാൻ പോവാൻ തീരുമാനിച്ചല്ലേ? അല്ല, നിന്നെ കുറിച്ചാ പറഞ്ഞത്. ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാ മതി. അങ്ങനെ പടിമപ്പണി ചെയ്ത് എനിക്ക് എന്നെ കിട്ടില്ല. ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നോ? പൊക്കോ. എന്നെ പറഞ്ഞുകൂടാ ഒരു മടിയില്ല. എന്നാലും ഈ ശവത്തിനൊന്ന് സഹായിക്കാൻ വിടരുത്. എനിക്ക് മനസ്സില്ല. വെട്ടി വിടുങ്ങില്ലേ 3 നേരം? കുറച്ച് കഷ്ടപ്പെടാം. അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ സൗകര്യമില്ല. എന്നാ നീ പൊക്കോ. ബായ് ബായ്, പേടിപ്പിക്കില്ല ബായ്. അത്യാവശ്യം നമ്പറൊക്കെ എനിക്കറിയാം. കണ്ടാ, നിന്നോടല്ലടാ പോകാൻ പറഞ്ഞത്. ഞാൻ പോയിക്കോളാം. നിങ്ങൾക്ക് ഈ അലപരാധിന് അയലത്തെ സുന്ദരന് മതിയല്ലോ. നോക്കിക്കോ, ഈ പോണേന് ഞാൻ അനുഭവിക്കും. ഇന്റെ മതട്ട സുഗുണേട്ടൻ ഒന്ന് തിരിച്ചു വിളിക്കോ പ്ലീസ്. എന്തിന്? 2 ദിവസം കഴിയുമ്പോ അവനെങ്കിൽ തിരിച്ചു വരും. ഞാനിത് എത്ര കണ്ടതാ. ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ. അല്ല, നീ ഇവിടെ നിൽക്കാനാണോ പരിപാടി? വാ. മനസമാധാനത്തോടു കൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിയിട്ടില്ല. ആരൊക്കെത്? നിങ്ങളെ കാണാറില്ലല്ലോ. ഞാനിവിടുന്ന് 2 ദിവസം മാറിയല്ലേ. എന്നാ മിഠായി, എന്നാ തിന്ന്. ആ, നിനക്ക് തരാം മിഠായി. രാജേന്ദ്രൻ എന്തിനാ? ആ, ലക്ഷ്മി എന്നാട്ടാ അടി. അങ്ങനെ കണ്ടാ, ഈ ഏലക്ക് ഇങ്ങനെ കിടക്കണ കണ്ട ആശാൻ കണ്ടു കഴിഞ്ഞാൽ തിന്നു കളയും. നിങ്ങൾക്കത് അറിയോ? ഞാൻ ഇതാണ് ഇവിടുന്ന് മാറി കാത്തത്. കണ്ടാ, എന്ത് കഷ്ടാന്ന് നോക്ക്. എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിനെ നിർത്താന്ന് വെച്ചാ അതിന് സമ്മതിക്കില്ല. അപ്പൊ നീ എന്തവിടെ? നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു. അപ്പൊ അപ്പോയിന്റ്മെന്റ് തരാതെന്ന വല്ല സർക്കാർ ആശുപത്രിയാ? എന്താ എന്താ? ആശാനെ, ഇതെന്തു കോലാശാനെ? ആശാൻ ആകെ ക്ഷീണിച്ച് ഉറക്കമാതിരി പരിപാടിയല്ലോ. എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് പോയ ആശാന്റെ ആഹാര രീതി ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന്. ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വേണ്ട വേണ്ട, ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. പൈസ എന്തേ? അല്ല വേണ്ട, ഞാൻ അക്കൗണ്ടിൽ എഴുതിക്കോളാം. എന്താടി ഒരു നാറ്റം? ഈ അലമാരി വൃത്തിയാക്കുന്നതാ. അതാണോ ഇത്ര അത്യാവശ്യം? ഈ കാളാമുണ്ട് എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ എത്ര തവണ പറയുന്നു. ഇനി അത് ഞാൻ തന്നെ ചെയ്യണോ? എനിക്ക് ഭാരം താങ്ങാൻ കഴിവില്ല എന്ന് എനിക്കറിയില്ലേ. ഇതൊന്ന് കൊണ്ട് കളഞ്ഞിട്ട് ഞാൻ തന്നെ ചെയ്തോളാം. എത്ര ദിവസം എന്ന് പറഞ്ഞത് സൂക്ഷിക്കുന്നേ? മുഴുവൻ ഉറുമ്പും പാറ്റിയാ. അവസാനം നാറ്റം കാരണം ആരെയും വഴിക്ക് വരാണ്ടാവും. അയ്യോ, ഓ പൊള്ളി തീ. ചേട്ടാ, തീ എന്തോന്ന് ഇപ്പൊ തരാം. ഇതെന്തൊരു ഇടപാടാണോ? അയ്യോ, കാടി തട്ടിയോ? സുഗുണം വരുന്നുണ്ട്. ആ കളഞ്ഞോ? നീ ആ പഴക്കൊല്ലെടുത്തു തൂക്കു പോ. അരക്കുറ്റി പുട്ട്. ഒരു മുടി ഉണ്ടായിരുന്നോണ്ടാണോ കാടി കളഞ്ഞത്? മുടിഞ്ഞ വിത്ത് ഇത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ മേലായിരുന്നു. സുഗുണ, നീ ഒന്ന് പിടിച്ചേ. ഇതൊക്കെ ചേട്ടന് ആരോഗ്യമില്ലാത്തന്റെ കുഴപ്പാ. ഉള്ള കാര്യം പറയാലോ. എന്ത് ചെയ്യാൻ എന്റെ സുഗുണ? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമടി. എനിക്കിവിടുന്ന് കഴിയത്തില്ലേ? ചേട്ടനെ പൊക്കി പിടി.
പറ്റി? ഞങ്ങൾ രണ്ടുപേരും കൂടി എന്നെ കൊല പോടാ പോടാ പോടാ. എന്താ അസുഖം? എന്നെ കളിയാക്കുകയാണോ? എനിക്ക് വലുവാ. എനിക്ക് അയവാ മുന്നുമ്മ. ഇത് നമ്മുടെ സരസു അല്ലേ? സരസുവേ, ഇങ്ങോട്ട് വരിക. നമ്മുടെ കുഞ്ഞീഷ്ണൻ ഞങ്ങളുടെ നാട്ടുകാരനാ. അയ്യോ കുഞ്ഞീഷ്ണൻ എന്ത് പറ്റി? ഒന്നും പറയണ്ട എന്റെ സരസുവേ. ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ. ആന ഒന്ന് ചവിട്ടി. അത് സരസുവിന്റെ ആളാ. എന്താ പറ്റി? അതൊന്ന് വീണതാ. ഹൈ, അതും ആനപ്പുറത്തുനിന്നാ? എടീ, അയ്യോ. തന്നോടല്ലേ അടങ്ങി ഒതുങ്ങി കിടക്കാൻ പറഞ്ഞത്? ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു വിട്ടേക്കാം. എന്താ ചേട്ടൻ കുടിക്കാൻ ഫ്രൂട്ടി. ചേച്ചി വേണ്ട, ഇവിടെ ഇവിടെ. ചേട്ടന് ഇപ്പൊ ആസ്മ മൂത്ത അപസ്മാരായെന്ന് തോന്നുന്നത്. ഞാൻ വേണമെങ്കിൽ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം. നിന്റെ ഏർപ്പാടൊക്കെ മതിയടാ. ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ. എന്റെ അളിയൻ രാഘവൻ പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാൻ.